ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ തുടങ്ങാം അല്ലേ? റെസിപ്പിയിലേക്ക് തന്നെ പോയേക്കാം. ഇൻഗ്രീഡിയൻസ്: ബ്ലാക്ക് കറൻസ്, ചെറീസ്, പ്രൂൺസ്, ഡേറ്റ്സ്, റൈസിൻസ്, കാഷ്യൂ നട്ട്സ്, ഓറഞ്ച്, റെഡ് വൈൻ, ഷുഗർ, എഗ്സ്, പിന്നെ മൈദ, ബേക്കിംഗ് പൗഡർ, ബട്ടർ, കാസ്റ്റർ ഷുഗർ, വനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ബ്ലാക്ക് കറൻറ്റ് ഇട്ടു, പിന്നെ ചെറീസ് ചേർത്തു. ചെറീസ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൂൺസ് ചേർത്തു. പ്രൂൺസ് എന്ന് പറഞ്ഞാൽ ഡ്രൈ പ്ലം ആണ് കേട്ടോ, അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഡേറ്റ്സ് ചേർത്തു, റൈസിൻസ് അതായത് ഉണക്കമുന്തിരി ചേർത്തു, പിന്നെ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് മുറിച്ച് ചേർത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാൻ പോവാണ്. ഒരു ഓറഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോൾസിൽ ഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് മുഴുവനും ഗ്രേറ്റ് ചെയ്ത് ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഒരു ഓറഞ്ച് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മുഴുവനും ഈ ഫ്രൂട്ട്സിലേക്ക് ചേർത്തു. ഇനി ഈ ഫ്രൂട്ട്സിലേക്ക് ഞാൻ വൈൻ ചേർക്കുകയാണ്. റെഡ് വൈനാണ് ചേർക്കുന്നത്. ആ ഫ്രൂട്ട്സ് ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനായിട്ടുള്ള റെഡ് വൈൻ ചേർക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെക്കണം. ഈ ഫ്രൂട്ട്സ് ഞാൻ ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഫ്രൂട്ട്സ് താല്പര്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ വൈനിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുതിരണം. അതിനായിട്ട് ഞാനിത് മൂടി ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം. ഒരു രാത്രി മുഴുവനും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പഞ്ചസാര ഒന്ന് കരിച്ചിടും. പഞ്ചസാര ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ടു. അതിലേക്ക് ഒരു 50 ml വെള്ളവും കൂടെ ചേർത്തു. ഈ പഞ്ചസാര ഒന്ന് അലിയിച്ച് ഒന്ന് കരിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇത് തിളച്ച് തുടങ്ങി, പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ കളർ മാറി തുടങ്ങിയതായിട്ട് കാണാം. ഇനി വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ കളർ മാറി മാറി വരുന്നത് കാണാം. ഇപ്പോൾ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി. ഇനിയിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു ഏകദേശം 50 ml കൂടെ ഞാൻ വെള്ളം ചേർക്കണം. വെള്ളം ചേർത്തിട്ട് അതൊന്നുകൂടി ഒന്ന് അലിയിച്ചെടുക്കുക. ഇപ്പോൾ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ പഞ്ചസാര ഒന്നുകൂടി ഒന്ന് അലിയിച്ചെടുക്കുക. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിത് ആറാൻ വെക്കണം. ഇത് ആറാനിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വീണ്ടും കട്ടിയായി പോകും. കട്ടിയായി പോവുകയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് വീണ്ടും അലിയിച്ചെടുക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മുട്ട പൊട്ടിച്ച് അതിൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കണം. ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ച് അതിൻ്റെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു വലിയ തുളയുള്ള ഒരു തവിയിലേക്കാണ് മുട്ട പൊട്ടിച്ചിട്ടത്. എന്നിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടാതെ കിട്ടും. ഈ മുട്ട വെള്ളം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബൗൾ നമ്മൾ എടുത്തിരിക്കുന്ന മുട്ടയുടെ വെള്ള ഇടുന്ന ഈ ബൗൾ നല്ല ക്ലീൻ ആയിരിക്കണം. അതിൽ വെള്ളമോ എണ്ണയോ ഒന്നും പാടില്ല. നല്ല ക്ലീൻ ആയിരിക്കണം. അതിലേക്ക് മുട്ട വെള്ളം മാത്രം ഇടുക. അതിൽ മുട്ടയുടെ മഞ്ഞ പോലും മിക്സ് ചെയ്ത് വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് മഞ്ഞ ഇങ്ങനെ നല്ല കെയർഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓരോ മുട്ടയായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഈ മഞ്ഞ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇത് നമുക്ക് കേക്കിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി മുട്ട ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. തണുത്തിരിക്കുമ്പോൾ ബീറ്റ് ചെയ്യരുത്. 5 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 മുട്ട എടുത്താലും കുഴപ്പമില്ല. 5 അല്ലെങ്കിൽ 6 ആണ് ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റിന് കറക്റ്റ്. അങ്ങനെ 5ാമത്തെ മുട്ടയും നമ്മൾ പൊട്ടിച്ച് സെപ്പറേറ്റ് ആക്കി ഇട്ടു. ഓക്കെ, ഈ മുട്ട നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ല. വേറൊരു ബൗളിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒന്ന് അരിച്ചെടുക്കണം.
അത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. 200 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഞാൻ 2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 2 ടീസ്പൂണാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. സെൽഫ് റൈസിങ് ഫ്ലോർ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ സെൽഫ് റൈസിങ് ഫ്ലോർ ആകുമ്പോൾ ഇത്രയും ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്താൽ മതി. ഇത് ഇങ്ങനെ അരിച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി എഗ് വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ബീറ്ററിൻ്റെ ഏറ്റവും ചെറിയ സ്പീഡിൽ തുടങ്ങുക. ഒരു 30 സെക്കൻഡോളം ഈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അതിനുശേഷം സ്പീഡ് കൂട്ടി വരിക. പിന്നെ അതും ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത സ്പീഡിലേക്ക് പോവുക. അങ്ങനെ ഒരു 3-4 സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാം അത് മാറി മാറി പതഞ്ഞ് വരുന്നത് കാണാം നമുക്ക്. ഈ എഗ് വൈറ്റ് ആദ്യം തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് അത് മുഴുവനും വെള്ളമായി പോകും. അതുകൊണ്ടാണ് ആദ്യം ബീറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. ആദ്യം റെഡിയാക്കി വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ അത് ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നോക്കാം. ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ബീറ്റർ ഒന്ന് പൊക്കി നോക്കാം. അപ്പോൾ നമുക്കത് കറക്റ്റായോ എന്ന് അറിയാൻ പറ്റും. ഓഫ് ചെയ്തിട്ട് ഈ ബീറ്റർ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഇവിടെ കണ്ടോ നല്ല പീക്കായിട്ട് നിൽക്കുന്നത്. അത് സോഫ്റ്റായിട്ട് വീണ് പോവുകയാണെങ്കിൽ അത് റെഡി അല്ലെന്നാണ് അർത്ഥം. ഇപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ വലിയൊരു ബൗളെടുത്തു. ബൗളിലേക്ക് ബട്ടർ ചേർക്കണം. ഈ ബട്ടർ നേരത്തെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ തനിയെ ഉരുകി ഇരിക്കുന്നതാണ്. ഇങ്ങനെ റൂം ടെമ്പറേച്ചറിലാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ചെറുതായിട്ട് ബീറ്റർ കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി. ഓൾറെഡി ബട്ടർ നല്ലതായിട്ട് മെൽറ്റ് ആയതാണ്, അതുകൊണ്ട് ഇങ്ങനെ ഹാൻഡ് മിക്സ് ചെയ്താലും നല്ലതാണ്. ഇനി ഇതിലേക്ക് കാസ്റ്റർ ഷുഗർ ചേർക്കുകയാണ്. 250 ഗ്രാം കാസ്റ്റർ ഷുഗറാണ് ഞാൻ ചേർക്കുന്നത്. കാസ്റ്റർ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാര മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ചേർത്താൽ മതി. കാസ്റ്റർ ഷുഗറും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ കാസ്റ്റർ ഷുഗർ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അതുവരെ ഒന്നിങ്ങനെ ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരു ഉണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ആദ്യം പകുതി ചേർത്തു. പകുതി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹാൻഡ് മിക്സ് തന്നെ മതി. ഇലക്ട്രിക് മിക്സർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. എങ്ങനെയായാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബാക്കി മുട്ടയും കൂടി ചേർക്കുക. വീണ്ടും ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ ഈ ബട്ടർ ഷുഗർ മിക്സറുമായിട്ട് നന്നായിട്ട് മിക്സായി. ഇനി ഞാൻ വാനില എസൻസ് ചേർക്കാൻ പോവാണ്. 2 ടീസ്പൂൺ വാനില എസൻസാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തു. ഇനി വീണ്ടും മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബേക്കിംഗ് പൗഡറുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുണ്ട്, അത് കുറച്ച് ഇതിലേക്ക് ചേർക്കണം. ആദ്യം പകുതി മൈദ ചേർത്തു. ഇനി ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളകി യോജിപ്പിക്കുക. മൈദ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി മൈദയും കൂടെ ചേർക്കാൻ പോവാണ്. ബാക്കി മൈദയും കൂടെ ചേർത്തു. ഇനി വീണ്ടും മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് എൻ്റെ ലിറ്റിൽ അസിസ്റ്റൻ്റ് എനിക്ക് വേണ്ടി ബേക്കിംഗ് ട്രേ റെഡിയാക്കുകയാണ്. ബേക്കിംഗ് ട്രേയിൽ ബട്ടർ തേച്ച് റെഡിയാക്കാൻ പോവാണ്. എൻ്റെ മോളാണ്, അമേയ എന്നാണ് പേര്. ബേക്കിംഗ് ട്രേയിൽ നന്നായി ബട്ടർ തടവി വയ്ക്കുകയാണ്. ഈ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനും കൂടെ വെക്കാം. ഓവൻ 190 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. സൈഡിലും എല്ലാം നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കണം. നന്നായിട്ട് എല്ലായിടത്തും ബട്ടർ ഒന്ന് തടവിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദ പൊടി വിതറുക. മൈദ പൊടി വിതറി അതിൽ നന്നായിട്ട് തട്ടി കുടഞ്ഞ് എടുക്കണം. എല്ലാ ഭാഗത്തോടെയും മൈദ ഒന്ന് ഓടിച്ചെടുക്കണം. ഇനി അധികമുള്ള മൈദ നമുക്ക്
തട്ടിക്കുടഞ്ഞ് കളയാം. അങ്ങനെ കേക്ക് ടിൻ റെഡിയാണ്. ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സറാണ്. ഇന്നലെ വൈനൊഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഞാൻ കുറച്ച് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ തണുപ്പ് പോകാനായിട്ട്. ഇപ്പോൾ അത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. റെഡ് വൈനിൽ കിടന്ന് എല്ലാം നല്ല കുതിർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കാം. കംപ്ലീറ്റ് ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്തു. അതിൽ ബാക്കിയുള്ള വൈനും എല്ലാം കൂടി ഇതിലേക്ക് ചേർക്കണം. വൈനൊന്നും ഒട്ടും കളയരുത്. അത് ഫ്രൂട്ടിൻ്റെ ജ്യൂസും എല്ലാം കൂടി മിക്സായിട്ടാണ് കിടക്കുന്നത്. അത് നല്ല ടേസ്റ്റിയാണ്. അതൊട്ടും കളയാതെ അതിലുള്ളായിരുന്ന ജ്യൂസ് മുഴുവനും നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ കരിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാൻ പോവുകയാണ്. പഞ്ചസാര ഞാൻ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് അലിയിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. കാരണം ഒത്തിരി തിക്കാണെങ്കിൽ ഇതിൽ മിക്സ് ആവില്ല. അതുകൊണ്ട് കുറച്ച് ലൂസാക്കി വേണം എടുക്കാനായിട്ട്. പഞ്ചസാര കരിച്ചതിൻ്റെ കളറിൽ നിന്നാണ് കേക്കിന് നല്ലൊരു ബ്രൗൺ കളറൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഇത്രയും നല്ല ബ്രൗൺ ആയിട്ട് തന്നെ കരിച്ചെടുക്കണം. ലൈറ്റ് ബ്രൗൺ ആയാൽ പോരാ. ലൈറ്റ് ബ്രൗൺ ആയാലും കേക്കിന് ഒട്ടും കളർ ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് തന്നെ കരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് അത് നന്നായിട്ട് വീണ്ടും യോജിപ്പിക്കാം. നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എഗ് വൈറ്റ് ചേർക്കാം. എഗ് വൈറ്റാണ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ആദ്യം കുറച്ചെടുത്ത് ചേർക്കുക. ആദ്യം കുറച്ചെടുത്ത് കേക്കിലേക്ക് ഇടുക. എന്നിട്ട് അതൊന്ന് ഫോൾഡിങ് ചെയ്യുക. വളരെ സോഫ്റ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പതയെല്ലാം പൊടിഞ്ഞ് വെള്ളമായിട്ട് കേക്കിലേക്ക് മിക്സായി പോകും. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് ഇതേ മോഷനിൽ നടുവിൽ നിന്ന് ഒരു കുഴി കുഴിച്ചിങ്ങനെ വരുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഫോൾഡിങ് ചെയ്യുക എന്നാണ് ഇതിന് പറയുന്നത്. ഇങ്ങനെ ഫോൾഡിങ് ചെയ്ത് വേണം ഈ ബീറ്റ് ചെയ്ത എഗ് വൈറ്റ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. വളരെ പതുക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇനി ബാക്കി കുറച്ചുകൂടെ മിക്സ് ചെയ്യുക. കുറച്ച് എഗ് വൈറ്റ് കൂടെ ചേർത്തു. ഇനി അതും ഫോൾഡിങ് ചെയ്യാൻ പോവാണ്. വളരെ ജെൻറ്റിലായിട്ട് മെറ്റൽ സ്പൂൺ ഉപയോഗിക്കാതിരിക്കുക. തടി അല്ലെങ്കിൽ റബ്ബറിൻ്റെ സ്പൂണോ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത് മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ പതുക്കെ വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള എഗ് വൈറ്റും കൂടെ ചേർക്കുക. മുഴുവനും എഗ് വൈറ്റ് ചേർത്തതിന് ശേഷം വീണ്ടും യോജിപ്പിക്കുക. ഇപ്പോൾ എഗ് വൈറ്റ് എല്ലാം യോജിച്ച് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞു. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റുകയാണ്. ഓവൻ ഈ സമയത്ത് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. 190 ഡിഗ്രിയിലാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. കേക്കിൻ്റെ തിക്നെസ് അനുസരിച്ച് എടുക്കുന്ന കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ എമൗണ്ട് അനുസരിച്ചും കേക്കിൻ്റെ തിക്നെസ് അനുസരിച്ചും കേക്ക് ടിന്നിൻ്റെ സൈസ് അനുസരിച്ചും ഒക്കെ ചിലപ്പോൾ ഈ ടെമ്പറേച്ചറിന് വ്യത്യാസം വരാം. ഞാൻ വെക്കാൻ പോകുന്നത് 190 ഡിഗ്രിയിൽ 40 മിനിറ്റിലാണ് ഞാൻ ഓവനിൽ വെക്കാൻ പോകുന്നത്. കേക്കിൻ്റെ കട്ടി കുറവാണെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് വെച്ചാലും മതിയാകും. 40 മിനിറ്റിന് ശേഷം കുക്കായാൽ നോക്ക്. നന്നായിട്ട് ഒരു നൈഫ് കൊണ്ട് നടുവിലൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം നൈഫ് നല്ല ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ ബേക്കായെന്ന് അർത്ഥം. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വീണ്ടും ബേക്ക് ചെയ്യുക. അങ്ങനെ നോക്കുക. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.